അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ മേൽ ആർക്കും ഒരു നിയന്ത്രണവുമില്ല എന്നവൻ കരുതുകയാണോ? ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി സഹിച്ചാലും ഏറ്റെടുത്താലും അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിനപ്പുറത്തൊരു ശക്തിയാണ്. ഒരതീത ശക്തിയുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് ഈ ലോകത്ത് ആരെത്ര പണിയെടുത്താലും പണിയെടുത്തേ പറ്റൂ. പക്ഷെ പണിയെടുത്തു എന്നതുകൊണ്ട് ആരും നേടുകയില്ല. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ മേൽ ഒരു ശക്തി, ഒരു മേലായ തമ്പുരാൻ്റെ നിയന്ത്രണമുണ്ടെന്ന് അവൻ കരുതുന്നില്ലേ? സഹോദരങ്ങളെ, ലോകത്തെ നമ്മുടെ ആസൂത്രണങ്ങളൊക്കെ ഒരു വശത്ത്, അള്ളാഹു നിശ്ചയിച്ച വഴികളിൽ നമുക്ക് വളർച്ച, പുരോഗതി, വികാസമൊക്കെ പടച്ചോൻ തന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചിടത്തുകൂടി പോകുമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചില്ലെങ്കിലും ചില വളർച്ചകളും ചില കുതിപ്പുകളും നമുക്കുണ്ടായേ പറ്റൂ. മനുഷ്യരാശിക്ക് വേണ്ടി അള്ളാഹു വെച്ച ചില കുതിപ്പുകളുണ്ട്, ചില വളർച്ചാ വികാസങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. 100 കൊല്ലത്തെ വളർച്ചയല്ല പിന്നീട് ഒരാളുടെ 50 കൊല്ലം കൊണ്ടുണ്ടായത്. കഴിഞ്ഞ 50 കൊല്ലത്തെ വളർച്ചയിലല്ല നാം ഇന്നുള്ളത്. ഇന്നുള്ള വളർച്ചയല്ല അടുത്ത 10 കൊല്ലത്ത് നമുക്കിനി സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ വളർച്ചയാണ്. പക്ഷെ ഇത് മനുഷ്യൻ്റെ മിടുക്കാണെന്ന് പറഞ്ഞുകൂടാ. ഈ മിടുക്ക് മറ്റ് ജീവികൾക്ക് എന്തുകൊണ്ടില്ല? മറ്റ് ജീവികൾക്കുണ്ട്, കണ്ണ്, കാതൊക്കെ ഉണ്ട് നമ്മെപ്പോലെ. പക്ഷേ ആ ജീവികൾക്കൊരു വളർച്ചയുമില്ല. നിങ്ങൾക്ക് വളർച്ചയുണ്ടായെങ്കിൽ വളർച്ച നിങ്ങളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുകയാണ്. വളർച്ചയുടെ സാധ്യതകൾ അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയതാണ്. ആ കണക്കാക്കിയ വളർച്ച നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വളരും തോറും പിളരുമെന്ന് പണ്ടാരോ പറഞ്ഞ പോലെ വളരും തോറും തളരുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ. സഹോദരങ്ങളെ, വലിയ വളർച്ചയുടെ നടുവിലാണ് നമ്മൾ കൊറോണ കൊണ്ട് തളർന്നു പോയത്. അള്ളാഹു ചോദിക്കുന്നു, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ ഈ വളർച്ചാ കുതിപ്പിനിടയിൽ അവനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലെന്ന് അവൻ കരുതിയോ? അവൻ എല്ലാം പൂട്ടിക്കെട്ടി. നമ്മൾ കണ്ടതാണ്. അത് ഒരു യാദൃശ്ചികത എന്ന് പറഞ്ഞ് തള്ളാനാവാത്ത വിധം വീണ്ടും അടുത്ത നാൾ കണ്ടല്ലോ നാം. അമേരിക്ക എല്ലാം നിയന്ത്രിക്കുന്ന അമേരിക്ക ഒരു വലിയ കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ അതണയ്ക്കാനാവാതെ സ്വാഭാവികമായ അണയലിന് കാത്തു നിൽക്കേണ്ടി വന്ന ഗതി. ഈ ലോകത്ത് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ മുകളിൽ ഒരു ശക്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നവൻ വിചാരിക്കുന്നില്ലയോ? എല്ലാത്തിനും മുകളിൽ ഈ വലിയ വളർച്ചയ്ക്കിടയിലും താൻ എവിടെയോ ആണെന്ന് മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും അവനെ ഒന്നുമല്ലാതാക്കുന്ന, നിസ്സഹായനും നിസ്സാരനുമാക്കി തീർക്കുന്ന ഒരു ശക്തി അവൻ്റെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് അറിയുന്നില്ലേ അവൻ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്.